ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ വിരമിച്ചിട്ടും കാറിൽ നിന്നും ഔദ്യോഗിക മുദ്രാവാക്യം മാറ്റാത്തതിൽ ടോമിൻ തച്ചങ്കരിക്കെതിരെ അന്വേഷണം. പ്രാഥമിക അന്വേഷണം നടത്താൻ DGP SP-ക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സ്വകാര്യ കാറിലാണ് ഔദ്യോഗിക മുദ്ര വെച്ച തച്ചങ്കരി യാത്ര ചെയ്തത്. ഹരിമോഹൻ വിവരങ്ങളുമായി. ഹരി, മുൻ DGP ടോമിൻ തച്ചങ്കരി ഔദ്യോഗിക ചിഹ്നം ഉപയോഗിച്ചുള്ള യാത്ര നടത്തിയ വാർത്ത റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്. ആ യാത്രയിൽ ഇപ്പോൾ DGP SP-ക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണോ? തീർച്ചയായിട്ടും വിരമിച്ച് 2 വർഷം കഴിഞ്ഞിട്ടും ഔദ്യോഗിക ചിഹ്നം വെച്ചുകൊണ്ടുള്ള വാഹനത്തിൽ, അതും സ്വകാര്യ വാഹനത്തിൽ അത്തരത്തിൽ ചിഹ്നം വെച്ചുകൊണ്ടാണ് ടോമിൻ തച്ചങ്കരി സഞ്ചരിക്കുന്നത് എന്നതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിട്ടിരുന്നു. കോട്ടയത്ത് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസിൽ വിചാരണ നേരിടാൻ വേണ്ടി കോട്ടയം വിജിലൻസ് കോടതിയിൽ ടോമിൻ തച്ചങ്കരി എത്തിയതും ഇതേ ചിഹ്നം ഉപയോഗിച്ചുള്ള, അതായത് 3 നക്ഷത്ര ചിഹ്നം പതിപ്പിച്ചിട്ടുള്ള കാറിൽ തന്നെയാണ്. പിന്നീട് മാധ്യമപ്രവർത്തകർ കണ്ട സമയത്ത് ഇത് മാറ്റി അത് മൂടി വെച്ചുകൊണ്ട് അവിടെ നിന്ന് കടന്നു കളയാനുള്ള ശ്രമവും നമ്മൾ കണ്ടിരുന്നു. ഇതിലാണ് പോലീസിന് പരാതി, സംസ്ഥാന പോലീസ് മേധാവിക്ക് അടക്കം ഇന്നലെ പരാതി ലഭിച്ചിരുന്നു. ആ പരാതി കോട്ടയം SP-ക്ക് സംസ്ഥാന പോലീസ് മേധാവി കൈമാറിയിട്ടുണ്ട്. ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് കണ്ടെത്തുന്നതെന്നുണ്ടെങ്കിൽ കേസെടുത്തുള്ള നടപടികളിലേക്ക് തന്നെ കടക്കാനുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോട്ടയം SP ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തെ തീരുമാനിക്കുകയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് കൈമാറുകയും ചെയ്യുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ സംഭവിക്കാനുള്ള പ്രധാന നടപടി. പക്ഷേ സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ടോമിൻ തച്ചങ്കരിയെ പോലെ ഉന്നത പദവിയിൽ ഇരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിരമിച്ച 2-2.5 കൊല്ലം കഴിയുമ്പോൾ പോലും ഇതേ ഒരു ഔദ്യോഗിക ചിഹ്നം അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പരസ്യമായി തന്നെ അറിയാൻ കഴിയുന്നത്. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന് വാർത്തയായതോടുകൂടി തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നേരിട്ട് ഇടപെടേണ്ടി വന്നത് എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഈ സമയത്ത് കാണാൻ കഴിയുക. അഡ്വക്കേറ്റ്, അതായത് അഭിഭാഷകനായ കുളത്തൂർ ജയസിംഗ് ആണ് ഇതിൽ ആദ്യ പരാതി നൽകിയത്. അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിക്കും കോട്ടയം വെസ്റ്റ് പോലീസിനും പരാതി നൽകിയിരുന്നു. ആ പരാതിയാണ് ഇപ്പോൾ കോട്ടയം SP-ക്ക് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് കൈമാറിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അന്വേഷണത്തിന്റെ ചുമതല അടക്കം വിധിച്ച് നൽകിക്കൊണ്ടായിരിക്കണം ഇനിയിപ്പോൾ കോട്ടയം SP-യുടെ അടുത്ത ഘട്ട നടപടികൾ. ശരി, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.